സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. രണ്ട് 2026 കേരളത്തിലെ പ്രസിദ്ധമായ ആറ്റുകാൽ മഹാക്ഷേത്രത്തിലെ ഉത്സവ മാമാങ്കത്തിന് തുടക്കം. ഇന്ന് 23/2/2026 ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പക്ഷേ ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഇത് കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഞാൻ കണ്ട എൻ്റെ ആറ്റുകാലമ്മയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. എനിക്ക് ഏത് ക്ഷേത്രത്തിലേക്കും പോകുന്നെങ്കിൽ ഒരു ഉൾവിളി എനിക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഞാൻ ശരിക്കും ക്ഷേത്രങ്ങളിൽ കയറാറുള്ളൂ, തൊഴാറുള്ളൂ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദൈവിക ചിന്ത എപ്പോഴും എനിക്കുണ്ട്. ആ ആറ്റുകാൽ ക്ഷേത്ര നടവഴിയാണ് ഞാൻ എന്നും എൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഒരു 5 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ ക്ഷേത്ര നടയിലെത്തും. ഒരു 5 മാസങ്ങൾക്ക് മുൻപുള്ള ഒരു ശനിയാഴ്ച, ശരിക്കും പറഞ്ഞാൽ ആ തീയതി പോലും ഞാൻ ഓർത്ത് കൃത്യമായി വച്ചിട്ടില്ല. എന്താണെന്നറിയില്ല, ഞാനത് ഓർത്ത് വച്ചില്ല. അതൊരു കണ്ടതിൻ്റെ ആ ഒരു ഇതായിരുന്നു. എനിക്ക് ശനിയാഴ്ച എന്ന് മാത്രമേ എനിക്കറിയാവൂ. ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴി ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ റോഡിലൂടെയാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്കന്ന് ഒരു ഉൾവിളി ഉണ്ടായി. എനിക്ക് അമ്മയെ കാണണം, ക്ഷേത്രത്തിൽ കയറണം. ഭയങ്കരമായിട്ടുള്ളൊരു തീവ്രമായ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ച് മെയിൻ റോഡിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലെ റോഡിലേക്ക് കയറി കുറച്ച് ദൂരം പോയിട്ട് അപ്പോഴേക്കും ഒരു തടസ്സം എൻ്റെ മുന്നിൽ വന്നു. അതെന്താണെന്ന് അറിയില്ല. ഒരു പൂച്ചയോ പട്ടിയോ എൻ്റെ കാറിൻ്റെ മുന്നിലെടുത്ത് ചാടുന്നത് പോലെയുള്ളൊരു തോന്നലാണെന്ന് തോന്നുന്നു. എനിക്കതുണ്ടായി. പെട്ടെന്ന് ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പം അതെന്തോ ഒന്ന് വണ്ടിയുടെ അടിയിലോട്ട് പോയി എന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. സഡൻ ബ്രേക്ക് ഇടുകയും ചെയ്തു. ബാക്കിൽ വന്ന ബൈക്കുകാരനൊന്ന് വണ്ടി നിർത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് എന്നോട് ആരോ പറഞ്ഞു പോലെ വണ്ടി എടുക്കാൻ. എന്നാലും ഞാൻ പേടിച്ചിട്ടാണ് വണ്ടി മുന്നിലോട്ടെടുത്തു. ഒന്നും സംഭവിച്ചില്ല. എന്താണ് അവിടെ എനിക്ക് തോന്നിയെന്ന് അറിയില്ല. ആ ക്ഷേത്രത്തിൻ്റെ 2-3 മിനിറ്റ് എത്താനുള്ളൂ ഇനി. അത്ര ദൂരം മാത്രമേ ഉള്ളൂ റോഡ്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി. അപ്പോൾ മൊബൈലും നടയിലിടാനുള്ള തുട്ടുകൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, നാണയത്തുട്ടുകൾ. കാരണം കുറേ നാളായി അമ്മയൊന്ന് കണ്ടിട്ട്. മനസ്സിൽ അമ്മ മാത്രമേ അപ്പോഴുണ്ടായുള്ളൂ. കുറച്ചെടുത്തു. അപ്പോൾ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നോട് പറഞ്ഞു മൊബൈൽ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന്. പിന്നെയും ഞാൻ തിരികെ മൊബൈൽ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചിട്ട് ഇറങ്ങി. പക്ഷേ ആ ഇറങ്ങിയ സമയം മുതൽ എൻ്റെ ശരീരം വളരെയധികം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സാധാരണ എനിക്ക് അങ്ങനെ ഒരു ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അതാണോ എന്ന് സംശയം. പക്ഷേ ശരീരം മൊത്തം തണുത്ത് ഒരു വിറയലും ഒക്കെ ആയിട്ടും ഞാൻ ഒന്നും കാണുന്നില്ലായിരുന്നു. 4 ചുറ്റും എന്താണ് ആൾക്കാരും. പക്ഷെ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല, ഫ്രീ ആയിട്ട് നടക്കാം. ആ മുൻവശത്തൂടെയല്ല, ഗേറ്റിലൂടെയല്ല ഞാൻ കയറിയത്. ഇടതുവശത്തെ ഒരു ഗേറ്റുണ്ട്, അതുവഴി ഞാൻ ഇറങ്ങി അമ്മയെ നടയിലെത്തി. അപ്പോഴേക്കും എൻ്റെ ശരീരം നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. എനിക്കറിയില്ല എനിക്കെന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ അകത്ത് കയറി. 5-6 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ, തിരക്കൊന്നുമില്ലായിരുന്നു. ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കും അറിയില്ല.
പക്ഷെ എൻ്റെ മുന്നിൽ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ശരീരം വിറയ്ക്കുന്നു, എന്നെ തളരുന്നു. എന്താ ചെയ്യുന്നത്, ഞാൻ എന്തെങ്കിലും അവിടെ വീഴുമോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു അവസ്ഥയും കൂടിയാണ്. ഞാൻ അങ്ങനെ എന്തായാലും പെട്ടെന്നൊന്ന് തൊഴുതിറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ നടയിലെത്തി ഒന്ന് തൊഴുതു. നന്നായിട്ട് തൊഴുതു. അമ്മയെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ തൊഴുതു ഇറങ്ങി. പെട്ടെന്ന് ഒരു വലം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടും എനിക്കതിന് പറ്റുമോ എന്നറിയില്ല. പിന്നെയും ഞാൻ അമ്മയുടെ ബാക്കിലുള്ള നേർനട വഴി ഞാൻ പുറത്തിറങ്ങിയിട്ട് തിരിച്ച് നിന്നിട്ട് ആ നടയിൽ നിന്ന് തിരിഞ്ഞ് നിന്ന് ഞാൻ അമ്മയുടെ ഒന്ന് കണ്ണടച്ചു, ഒന്ന് ഞാൻ തൊഴുതു. നിങ്ങളോട് എനിക്ക് എത്രത്തോളം പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ആറ്റുകാലമ്മയുടെ രൂപം പ്രത്യക്ഷ ഭാവത്തിൽ ഞാൻ ആ നടയിൽ കണ്ടു. നടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മ. നിഴൽ രൂപമാണ്. ഇതിലാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ ഫിഗർ കാണുകയാണ്. കയ്യിലൊരു ത്രിശൂലമുണ്ട്. ത്രിശൂലം വളരെയധികം സ്വർണ്ണ നിറത്തിലുള്ള ത്രിശൂലം. ഇരുട്ടത്ത് തിളങ്ങുന്നത് പോലെയാണ് അമ്മയുടെ ആടയാഭരണങ്ങളും ആ ത്രിശൂലങ്ങളും തിളങ്ങുന്നത്. ആടയാഭരണങ്ങൾ മൊത്തം എനിക്ക് കാണാം. തലയിലെ കിരീടം, കഴുത്തിലെ മാലകൾ, കണ്ണിൽ എല്ലാം ഞാൻ തിളക്കത്തിൽ ആ നിഴൽ രൂപത്തിൽ ഞാൻ കാണുകയാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൈഡ് ഒതുങ്ങി വാതിൽപ്പടിയുടെ ഫുള്ളായിട്ട് ആ ആദി പരാശക്തി രൂപത്തെ ഞാൻ എൻ്റെ ഉൾക്കണ്ണിൽ കണ്ടു. നിങ്ങളോട് എത്ര പറഞ്ഞാലും എനിക്ക് ആ രൂപം ഞാൻ ഇനി എൻ്റെ മരണം വരെയും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇത്രയും നാളുകളിലും ഒരമ്പലങ്ങളിലും പോയിട്ടും ഒരു ദേവീക്ഷേത്രങ്ങളിലും പോയിട്ടും കാണാതെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ആറ്റുകാലമ്മയുടെ ആദി പരാശക്തിയുടെ രൂപത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വർണ്ണിച്ചത്. എത്രമാത്രം തിളക്കവും ആ രൂപം വളരെ നിഴൽ രൂപത്തിലാണ് ഞാൻ കാണുന്നത്. ആ വലിയൊരു ത്രിശൂലം സ്വർണ്ണ നിറമാണ്. അതും എനിക്ക് നന്നായിട്ട് എൻ്റെ മുന്നിൽ കാണുന്നു. സ്വർണ്ണ നിറത്തിലുള്ള ത്രിശൂലം ഇടയ്ക്കിടയ്ക്ക് അത് വെട്ടിത്തിളങ്ങുന്നു. നിഴലാണ് അമ്മയുടെ ഫിഗർ. ഇത്ര മനോഹരമായിട്ടാണോ എനിക്കത് അമ്മ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ മാനസിക വിഭ്രാന്തിയൊന്നും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ എൻ്റെ കാഴ്ച ഞാൻ ഒരു അമ്പലങ്ങളിലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാഴ്ച. അപ്പം അത്രയും വ്യക്തതയോടുകൂടിയാണ് ഞാൻ എൻ്റെ അമ്മയെ പ്രത്യക്ഷഭാവത്തിൽ കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കണ്ണടച്ച് നിന്നു ഞാൻ ആ രൂപം ഒന്ന് കണ്ടു. പിന്നെ പക്ഷേ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മേ ദേവിയെന്ന് തൊഴുതിട്ട് അപ്പോഴും എൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങി നടന്നു. ക്ഷേത്ര മതിൽക്കെട്ട് കടന്ന് ഇറങ്ങിയതും ആ വൈബ്രേഷൻ അങ്ങ് നിന്നു എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരം ശ്രദ്ധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാറിൽ കയറി വേറെ ഒന്നും നടക്കാത്തതുപോലെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തുകയും ചെയ്തു. എനിക്ക് ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായി. അതുകൊണ്ട് ഇന്ന് അമ്മയുടെ തിരുവുത്സവം ആരംഭിക്കുകയാണ്. ഇത് അമ്മയ്ക്ക് മുന്നിൽ എൻ്റെ സർവമംഗളങ്ങളോടും കൂടിയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വർണ്ണിച്ചത്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.